ചാർലി. ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 3 years ആയിട്ട് വി നോ ഈച്ച് അതർ. ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് നിങ്ങളെല്ലാവരും വന്ന് എന്നെ ബ്ലെസ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രം അവർ സൈഡ്. താങ്ക് യു സോ മച്ച് ഫോർ ബ്ലെസ്സിങ്സ്. എന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കട്ടെ, നല്ലൊരു സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ ഓൾറെഡി പറഞ്ഞത് എനിക്ക് അങ്ങനെ വേർഡ്സ് ആയിട്ട് എനിക്ക് പറയാനായിരുന്നു. ഇങ്ങനെ ഒരു ഇമോഷണൽ മൊമെന്റ്, വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ സംതിങ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ സംതിങ് ആൻഡ് വേർഡ്സ് ആർ ജസ്റ്റ് നോട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് എൻ്റെ ലൈഫിൽ. ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഫീൽസ് ലൈക്ക് ഭയങ്കര അൺറിയൽ ആണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി. താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു സോ മച്ച്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് ഇവിടോട്ട്. ഇവിടോട്ട് നോക്കൂ. ഇങ്ങോട്ട്. ഓക്കെ. സെപ്റ്റംബർ 7 അശ്വയുടെ കഴുത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം കൊടുക്കുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ. പിന്നെ ഞങ്ങളുടെ ചക്കിയും കൂടെ എത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോളും ഉണ്ട്. ഞങ്ങളുടെ മോനും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് താലി കണ്ണന് കാലിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞതിൽ അത്ര സന്തോഷം. വളരെ സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര രണ്ട് കല്യാണം നന്നായിട്ട് ദൈവത്തിന് അങ്ങോട്ട് നന്നായിട്ട് അനുഗ്രഹം മാത്രമാണ്. ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട്. എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്ത് പണ്ട് 10-32 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോളുടെ കല്യാണം കാണാൻ വന്നതിനുള്ള സന്തോഷം അത് കേരളത്തിൻ്റെ പല ഭാഗത്തെത്തിയ എല്ലാവരോടും ഇവിടെ നന്ദി പറയുന്ന അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ ഉണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 വിവാഹം സാധാരണ വീടുകളിൽ നടക്കുന്നതല്ല. ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ എനിക്ക് അത് 60% ആ ഭാഗത്താണ് പറയാം. ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തിക്കുന്ന പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. അതൊരു ചെന്നൈയിൽ വെച്ചിട്ടുണ്ട്.
പക്ഷെ എല്ലാവർക്കും സഹോദരൻ തന്നെയാണ് എല്ലാ കാര്യവും എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ് എൻ്റെ നമുക്ക് അതേപോലെ ഇപ്പം മണ്ഡലകാലമാണ്. ക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഭക്തർ ഉണ്ടായിരുന്നു. അവർക്ക് തമിഴ് ആളുകൾക്ക് ജയറാമിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയാണ്. ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഗുരുവായൂർ ഒന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കോ? എല്ലാവർക്കും കിട്ടും.